ONVയും സലിൽ ചൗധരിയും ചേർന്ന് ആദ്യമായി ഗാനങ്ങൾ ഒരുക്കിയത് സ്വപ്നം എന്ന ചിത്രത്തിലാണ്. പിന്നീട് തുമ്പോളി കടപ്പുറം വരെ ഈ സഖ്യത്തിൻ്റെ ജൈത്രയാത്ര തുടർന്നു. 1979 N. ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഈ ഗാനം മറക്കുമോ. ഇതിലും ONV സലിൽ ചൗധരി ടീമായിരുന്നു ഗാനങ്ങൾ ഒരുക്കിയത്. സലിൽ ദായ്ക്ക് പൊതുവേ ഒരു സ്വഭാവമുണ്ട്. തൻ്റെ ട്യൂണുകൾ പല ഭാഷകളിലായി ഉപയോഗിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു സലിൽ ദായ്ക്ക്. ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ കളകളം എന്ന ഗാനം യഥാർത്ഥത്തിൽ അദ്ദേഹം കമ്പോസ് ചെയ്തത് 1978 പുറത്തിറങ്ങിയ ഒരു ബംഗാളി ചിത്രത്തിന് വേണ്ടിയായിരുന്നു. പങ്കജ് മിത്രയായിരുന്നു ഈ ഗാനം ആലപിച്ചത്. എന്നാൽ സൂപ്പർ ഹിറ്റായത് നമ്മുടെ ഗാനഗന്ധർവൻ പാടിയ കളകളം എന്ന ഗാനം തന്നെയായിരുന്നു. നമുക്ക് ശ്രവിക്കാം ആ സൂപ്പർ ഹിറ്റ് ഗാനം. കളകളം കായലോളങ്ങൾ പാടും കഥകൾ, കളകളം കായലോളങ്ങൾ പാടും കഥകൾ, ഒരു മുത്തു പോലാം പെൺകിടാവിൻ കുട്ടനാടൻ പെൺകിടാവിൻ കത്തും നോവുകൾ പൂക്കളായി നറും തെച്ചി പൂക്കളായി കണ്ണുനീർ വാർക്കും കഥകൾ, കളകളം കായലോളങ്ങൾ പാടും കഥകൾ. വിരഹിണി നീ വാർക്കും കണ്ണുനീർ കതിർമണിയായി മണ്ണിൽ നിലവേ, വിരഹിണി നീ വാർക്കും കണ്ണുനീർ കതിർമണിയായി മണ്ണിൽ നിലവേ, അത് വയൽക്കിളികൾ കൊയ്തു പോയി വളകിലുക്കി കൊയ്തു പോയി, ആനേം കേറാ കാട്ടിലും പിന്നെ ആടും കേറാ മേട്ടിലും ചെന്നു വിതച്ചു. കറുത്ത പെണ്ണെ നിന്നെ കാണുവാൻ കടൽത്തീര പോൽ കേഴും കാമുകൻ, കറുത്ത പെണ്ണെ നിന്നെ കാണുവാൻ കടൽത്തീര പോൽ കേഴും കാമുകൻ, ആ പവിഴമല്ലി പൂത്തതിക്കി അവനെ ഇന്നോ കണ്ടുവോ നീ, ഏതോ സ്വപ്നം കണ്ണിലും പിന്നെ ഏതോ ഗാനം ചുണ്ടിലും എന്നേ പൊലിഞ്ഞു, കളകളം കായലോളങ്ങൾ പാടും കഥകൾ, ഒരു മുത്ത് പോലാം പെൺകിടാവിൻ കുട്ടനാടൻ പെൺകിടാവിൻ കത്തും നോവുകൾ പൂക്കളായി നറും തെച്ചി പൂക്കളായി കണ്ണുനീർ വാർക്കും കഥകൾ, കളകളം കായലോളങ്ങൾ പാടും കഥകൾ, 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 കഥകൾ. ശിവാജി ഗണേശന് TM സൗന്ദരരാജൻ്റെ ശബ്ദമാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് എന്നത് ലോകമറിഞ്ഞ പരമാർത്ഥമാണ്. എന്നാൽ ആദ്യകാലത്ത് ചിദംബരം ജയറാമനും പിൽക്കാലത്ത് SP ബാലസുബ്രഹ്മണ്യം, യേശുദാസ് തുടങ്ങിയവരും ശിവാജിക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ദാസേട്ടൻ പാടിയ ഡോക്ടർ ശിവ എന്ന ചിത്രത്തിലെ മലരെ കുറിഞ്ചി മലരെ, അതേപോലെ ഇമയം എന്ന ചിത്രത്തിലെ ഗംഗ യമുന എന്ന ഗാനങ്ങൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു. അന്തമാൻ കാതലി എന്ന ചിത്രത്തിൽ
ദാസേട്ടനും മാണി ജയറാമും ചേർന്ന് 2 യുഗ്മഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഇതിലെ നിനൈവാലെ സില സെയ്ത് എന്ന ഗാനം അക്കാലത്ത് വളരെയധികം വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു ഗാനമാണ്. ഇതിലെ തിരുക്കോവിലെ ഓടിവ എന്ന വരി ദാസേട്ടൻ പാടി കേൾക്കുമ്പോൾ തെരുക്കോവിലെ ഓടിവ എന്നാണ് കേൾക്കുന്നതെന്ന് ഒരു വിഭാഗം ആളുകൾ ആരോപിക്കുകയും അതൊരു വലിയ വിവാദമായി പുകയുകയും ചെയ്തു. എന്തായാലും ആ വിവാദം അവിടെ നിൽക്കട്ടെ. ഇതിൽ മനോഹരമായ മറ്റൊരു ഗാനമുണ്ട്, അന്തമാനെ പാരുങ്കൾ അഴക്. ഈ ഗാനം കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാവും. ദാസേട്ടൻ ശിവാജി ഗണേശൻ്റെ അഭിനയിക്കുന്നതിനുള്ള സൗകര്യത്തിനായി വളരെയധികം ഓപ്പൺ ത്രോട്ടിലാണ് പാടിയിരിക്കുന്നതെന്ന്. സാധാരണ ദാസേട്ടൻ പാടുന്ന ഒരു ഒതുക്കമുള്ള ശബ്ദത്തിലല്ല. ശിവാജിക്ക് വേണ്ടി ദാസേട്ടന് പ്രത്യേക രീതിയിൽ